ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ നോമ്പിന്റെ 3-ാം ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. കർത്താവിനോട് ചേർന്ന് നോമ്പ് ആചരിച്ച് ഹൃദയത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരു യാത്രയിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന ഒരു വചനം ഇപ്രകാരമാണ്. പ്രഭാഷകന്റെ പുസ്തകം 44-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ ഫിനെഹസിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന വചനമാണ്. അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുക. അവൻ ദൈവഭക്തിയിൽ തീഷ്ണത ഉള്ളവനായിരുന്നു. ഈ നോമ്പുകാലത്ത് കുറച്ചുകൂടി തീഷ്ണതയോടെ ഈശോയോടുള്ള ആഴപ്പെട്ട ഭക്തിയിൽ വളരാനായി ഫിനെഹസിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തീഷ്ണത എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് എല്ലാവരും പറയും, എനിക്ക് ഭക്തിയുണ്ട് എന്ന്, എനിക്ക് ദൈവവിശ്വാസമുണ്ട്, എനിക്ക് ദൈവഭക്തിയുണ്ടെന്ന് ഒരുമാതിരി എല്ലാ ആളുകളും തന്നെ പറഞ്ഞു വെക്കാറുണ്ട് തന്നെ കുറിച്ച്. എന്നാൽ ഫിനെഹസിന്റെ തീഷ്ണത എന്ന് പറയുന്നത് ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. ഇന്ന് ഈ കാലഘട്ടത്തില് നമുക്ക് വേണ്ട ഒരു വലിയൊരു കൃപ, ദൈവഭക്തിയുടെ പ്രകടനം എന്ന് പറയുന്നത് ചുറ്റുമുള്ളവരെല്ലാം വഴിതെറ്റിപ്പോയാലും പ്രിയപ്പെട്ടവരെ, ഉറച്ചു നിൽക്കുന്ന ഒരു ഭക്തിയാണ് യഥാർത്ഥത്തിലുള്ള തീഷ്ണതയുള്ള ദൈവഭക്തി. നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്ക് ഒരുപക്ഷെ പേരൻസിന് തോന്നും അവന് വിശ്വാസമുണ്ട്, അവൻ പള്ളിയിൽ പോകും, അവൻ പ്രാർത്ഥിക്കും, ഇതൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവന്റെ ലൈഫിനെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അവന്റെ ഫ്രണ്ട്സ് ഈ ലോകത്തിലേക്ക്, ലോകമോഹങ്ങളിലേക്ക്, പാപത്തിലേക്ക് അടിക്കടി കൂപ്പുകുത്തുമ്പോൾ തന്റെ ജീവിതത്തിന്റെ മുൻപിലെ വെല്ലുവിളികൾക്കുള്ളിൽ ദൈവഭക്തിയോടെ തീഷ്ണതയോടെ ഉറച്ചു നിൽക്കാനുള്ള ഒരു കൃപ ഞാനൊരു കുഞ്ഞിനെ കണ്ടിട്ടുണ്ട്. അവന്റെ ജീവിതത്തില് പാപം എന്താണ്, നന്മ എന്താണെന്ന് വലിയ തിരിച്ചറിവോടുകൂടി വളർന്നു വന്നൊരു കുട്ടിയാണ്. ലോകത്തിന്റെ മോഹങ്ങളോട് വലിയ ഒരു ആകർഷണം തന്നിലുണ്ടെങ്കിലും അതിനെ എപ്പോഴും അതിജീവിക്കുന്നു. സഭയുടെ പ്രബോധനമനുസരിച്ച്, നിയമങ്ങളനുസരിച്ച് എന്താണ് പാപമെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ. അവൻ ഈ UK-യിലെത്തി അവൻ ഇവിടെ പഠനം ആരംഭിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിലെ UK ലൈഫ് എന്ന് പറയുന്നത് ഒത്തിരി ഡിഫറന്റ് ആണ്. ആ ലൈഫില് പാപ സാഹചര്യങ്ങൾക്കുള്ള ഒരുപാട് അവസരങ്ങൾ മുൻപിൽ വെച്ച് നീട്ടിയിട്ടുണ്ട്. ഞാൻ അവനെ യൂണിവേഴ്സിറ്റി 2nd ഇയറിലാണ് കണ്ടുമുട്ടുക. അവന് എന്നോട് സംസാരിച്ച ഒറ്റ കാര്യമുള്ളൂ, സിസ്റ്ററെ. ഞാൻ ചോദിച്ചേടാ മോനെ, നിനക്ക് നാട്ടിൽ പഠിച്ച നിനക്ക് ഇവിടെ വന്ന് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പം നിന്റെ പഠിത്തം എങ്ങനെ പോകുന്നു? സിസ്റ്റർ, എനിക്ക് പഠിത്തം എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ജയിച്ചാലും തോറ്റാലും അതെന്റെ വിഷയമല്ല. പക്ഷേ എന്റെ ഏറ്റവും വലിയ ഒരു വേദന എന്ന് പറയുന്നത് ജഡിക പാപങ്ങൾക്ക് കൂടുതൽ ജഡസന്തോഷങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്റെ കൂട്ടുകാർക്കിടയില് ശരീരത്തിന്റെ മോഹങ്ങൾക്ക് കീഴടങ്ങാതിരിക്കാനുള്ള ഒരു വലിയ ശക്തി എനിക്ക് കിട്ടാനാണ് സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഇന്നോളം അത് പിടിച്ചു നിന്നു. അശുദ്ധമായ കൂട്ടുകെട്ടിലേക്കോ ഒന്നും ഞാൻ പോയിട്ടില്ല. ഒരുപക്ഷെ നാളുകൾക്ക് മുൻപാണ് ഞാൻ അവനെ കണ്ടതെങ്കിലും അനേകം കുടുംബങ്ങളിലൂടെയുള്ള എന്റെ യാത്രകൾക്കിടയിലും ഈ ചെറുപ്പക്കാരന്റെ മുഖം എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ ഓർക്കുമ്പോഴൊക്കെ അവന് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. അവനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും, അവൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവനാണ്. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അങ്ങനെ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ളവൻ ലഭിക്കുന്ന വലിയ കൃപയാണ് അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രായേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എത്രമാത്രം പാപപരിഹാരം ചെയ്യാൻ നിനക്ക് പറ്റും.
നിന്റെ പാപങ്ങൾക്ക്, ലോകത്തിന്റെ പാപങ്ങൾക്ക്, ചുറ്റുമുള്ളവരുടെ പാപങ്ങൾക്ക്. ഈ പാപപരിഹാരം എന്ന് പറയുന്ന ഈ ഒരു കാര്യം, ഈ ധ്യാനം പറയുമ്പോഴും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരപൂർണമായ ജീവിതമാണ് സന്യാസ ജീവിതമെന്നും ഒക്കെ പറഞ്ഞു വെക്കുമ്പോഴും എന്നിലേക്കും നിങ്ങളുടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിലേക്കും ഒക്കെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പോലും പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ മടിക്കുന്ന ഒരു മനസ്സ്, അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു തലം നമുക്കുണ്ടോ? ഒന്ന് കുമ്പസാരിച്ച് തിരിച്ചു വന്നു കഴിയുമ്പോൾ അച്ഛൻ പറയുന്ന പ്രായശ്ചിത്തം അനുഷ്ഠിക്കുന്നതിനപ്പുറത്ത്, കർത്താവേ എനിക്ക് തെറ്റിപ്പോയല്ലോ എന്ന് പറയുന്ന, അതിനുവേണ്ടി പരിഹാരം അനുഷ്ഠിക്കുന്ന മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും തന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ആത്മീയ കരുത്തുള്ള ഒരു വ്യക്തിയെ ഇന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവർ, ഈ നോമ്പുകാലത്ത് നമ്മുടെ പരിഹാര ജീവിതം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കർത്താവ് നമ്മോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, പാപപരിഹാരത്തിലൂടെയാണ് നിനക്ക് കർത്താവിന്റെ രക്ഷ സാധ്യതമാവുക. ഈ പാപപരിഹാരം ചെയ്യാനുമൊക്കെയുള്ള കൃപയെന്ന് പറയുന്നത് കർത്താവിനോടുള്ള നമ്മുടെ ആഴപ്പെട്ട ബന്ധത്തിൽ നിന്നാണ്, ഭക്തിയിൽ നിന്നാണ്, കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹത്തിൽ നിന്നാണ്. നമ്മൾ അത് ഈശോയോട് നമ്മൾ ചോദിച്ച് മേടിക്കണം. ഫിനെഗസിനെ കുറിച്ച് വീണ്ടും വചനം പറയുകയാണ്. അതിനാൽ അവൻ 24-ാമത്തെ വചനം, 45-24, പ്രഭാഷകൻ 45-24, അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. ദൈവം ഈ പാപപരിഹാരം ചെയ്യാൻ തയ്യാറാകുന്ന, ദൈവഭക്തിയിൽ തീഷ്ണതയുള്ള ഒരു മനുഷ്യന്റെ ജീവിതവുമായിട്ടാണ് കർത്താവ് തന്റെ ഉടമ്പടി സ്ഥാപിക്കുക. തന്റെ സ്നേഹത്തിന്റെ ഉടമ്പടി അവിടുന്ന് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, സ്ഥാപിച്ചു തരുന്നത് ആ ഒരു മേഖലയിലാണ്. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ ഉടമ്പടിയാണ്. ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട്. നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൊക്കെ ഒരു സമാധാനക്കേട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുക. ഏതെങ്കിലുമൊക്കെ പാപപരിഹാരത്തിന്റെ വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്യണോ? ഏതെങ്കിലുമൊക്കെ പാപപരിഹാരം ഇനിയും എന്നിൽ നിന്ന് സ്വർഗം ആവശ്യപ്പെടുന്നുണ്ടോ? പാപപരിഹാരത്തിന്റെ ഈ യാത്രയില് എനിക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്? നോമ്പുകാലത്ത് ആഴത്തിൽ ചിന്തിക്കണം. എന്റെ ദൈവഭക്തി തീഷ്ണതയുള്ള ദൈവഭക്തിയാണോ? നമ്മളൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് പോലും തിന്മയോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു തലമുണ്ടെങ്കിൽ, ഒരു ഭവനത്തില് കടന്നു ചെന്നപ്പം അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, മറ്റുമല്ല നാട്ടിലേക്ക്. അപ്പോൾ കുഞ്ഞിന് ക്ലാസ്സിന്റെ 4 ദിവസത്തെ ക്ലാസ് കൂടി പോകും. ഇവർക്ക് ഏകദേശം ഒരു 15 ദിവസമെങ്കിലും നാട്ടിൽ പോകണം. കുഞ്ഞിന് ക്ലാസ് 4 ദിവസം പോകും. സ്കൂളിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ പെർമിറ്റ് ചെയ്താൽ അവർക്ക് പോകാം. അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അപ്പൻ ഇങ്ങനെ അതെന്നോട് ഷെയർ ചെയ്യുമ്പോൾ, നന്മതിന്മയെ തിരിച്ചറിയുന്ന പ്രായപൂർത്തിയായ ഒരു 15-16 വയസ്സുള്ള കുട്ടി പെട്ടെന്ന് പറയുകയാണ്, അതിനിപ്പോൾ എന്താണ് അപ്പ, നമുക്ക് ആരോടും പറയാതെ അങ്ങ് പോകാം. ഉടനെ അപ്പൻ എടുത്തു വായിക്ക് പറയുകയാണ്, മോളെ, ആരോടും പറയാതെ പോയി ദൈവ തിരുമുമ്പില് തെറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയ കാര്യമായിരിക്കും, നമുക്ക് തോന്നും ഇത് വേണമെങ്കിൽ പറയാതെ പോയാൽ എന്നാ കുഴപ്പം, പൈസയും കൊടുക്കണ്ട, ഒരു പ്രശ്നങ്ങളുമില്ല, വഴി നേരല്ല. ഈ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ള ഒരു വ്യക്തി മറ്റു പലരും ചെയ്യുന്നത് പോലെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ നേരായ വഴി പോകുമ്പോൾ ഉള്ള ഒരു സമാധാന ഉടമ്പടി സ്വർഗം സ്ഥാപിച്ചിട്ടുണ്ട്. നോമ്പുകാലത്ത്
ഈശോയുടെ സ്നേഹത്തിലേക്ക് നമ്മൾ ചിന്തിച്ച് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മനുഷ്യനെ രക്ഷിക്കാൻ കുരിശിന്റെ മാർഗം സ്വർഗം തെരഞ്ഞെടുത്തു. വേദനയുടെ, വലിയ ഒറ്റപ്പെടലിന്റെ, ഭാരമേറിയ കുരിശ് യാത്രയുടെ, മുറിക്കപ്പെടലിന്റെ, അവഹേളനത്തിന്റെ, താഴ്ത്തപ്പെടലിന്റെ വഴി സ്വർഗം തെരഞ്ഞെടുത്തെങ്കിൽ മനുഷ്യരായ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, സ്വർഗത്തിന് മറ്റേതെല്ലാം വഴികളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം കുരിശിന്റെ താഴ്ത്തപ്പെടലിന്റെ വഴി തെരഞ്ഞെടുത്തത്? ദൈവം മനുഷ്യ മക്കളുമായുള്ള സ്ഥാപിക്കുന്ന രക്ഷാകര ഉടമ്പടിയിൽ, ഈ സമാധാനത്തിന്റെ ഉടമ്പടിയിൽ താഴ്ത്തപ്പെടലിന്റെ, താൻ ഇറങ്ങി വരുന്നതിന്റെ, കുരിശിന്റെ ഒരു വഴിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ നോമ്പുകാലത്ത് കുരിശിന്റെ വഴി ധ്യാനിക്കുമ്പോൾ എന്റെ ഭക്തി തീഷ്ണതയുള്ള ദൈവഭക്തിയുടെ വഴിയാണോ? എന്റെ ജീവിതം പാപപരിഹാരത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരവസ്ഥയിലാണോ ഞാൻ? കർത്താവേ, നീ എന്നെ കണ്ട്, നീ എന്നെ മനസ്സിലാക്കി, നീ എനിക്ക് കൃപ തരണം. പ്രിയപ്പെട്ടവരെ, ദൈവം വചനം പറയാണ്, ഫിനെഹസിന് ദൈവം കൊടുത്ത കൃപയാണ് തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിനും. കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവഭക്തിയുള്ളവനാണ് ജ്ഞാനം ലഭിക്കുക. ഈ തീഷ്ണതയുള്ള ദൈവഭക്തിയാണ് നമുക്ക് ജ്ഞാനം തരുന്നത്. തിരിച്ചറിവിന്റെ, വഴി തെരഞ്ഞെടുക്കലിന്റെ യഥാർത്ഥ ജ്ഞാനം. സ്വർഗം ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് കടന്നു പോകാൻ ദൈവഭക്തിയിൽ തീഷ്ണതയുള്ള ഒരു വ്യക്തിയായി നീ മാറണം. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യും. നമ്മുടെ കുടുംബത്തിൽ ഇന്ന് അധപതനത്തിന്റെ മേഖലയാണെങ്കിൽ, നമ്മുടെ കുടുംബം ഇന്ന് ഐശ്വര്യം കെട്ടുപോകുന്നൊരവസ്ഥയിലാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു പാപപരിഹാരത്തിന്റെ വഴി, തീഷ്ണതയുള്ള ദൈവഭക്തിയുടെ വഴി തെരഞ്ഞെടുക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവെ, അതിനുള്ള വലിയ കൃപ നീ തന്ന് എന്നെ അനുഗ്രഹിക്കണേ. നമുക്ക് ചോദിച്ചു മേടിക്കാം. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ അടയ്ക്കാം. ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവഭക്തിയുടെ തീഷ്ണതയുള്ള ഒരു വഴി തെരഞ്ഞെടുക്കുവാൻ, കർത്താവെ, പാപപരിഹാരത്തിന്റെ ഒരു വഴി കണ്ടെത്തുവാൻ, അതിനുള്ള ഒരു കൃപ കർത്താവെ ഞങ്ങൾക്ക് തരണേ ഈശോയെ. ഈശോയെ, അത് നീ ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെക്കണേ കർത്താവെ. തലമുറകൾ തോറും ഐശ്വര്യമുള്ള ഒരു കുടുംബനാഥനായി മാറാൻ നിങ്ങൾ കൃപ ചോദിക്കുക. ഒരു കുടുംബനാഥയായി മാറുവാൻ കൃപ ചോദിക്കുക. കർത്താവെ, ഈ ലോകത്തിന്റെ മുൻപില് കർത്താവെ, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾ ഈശോയെ വലിയ സമാധാനത്തിന്റെ അടയാളങ്ങളായി മാറാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചേർന്ന് നമുക്ക് ആയിരിക്കാം. ആഗ്രഹിച്ച് ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എന്റെ ദൈവമേ എന്ന് ഞങ്ങൾ അങ്ങേ ഒന്നു ചേർന്ന് വിളിക്കുകയാണ്. ഈശോയെ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് അരുളി ചെയ്തുകൊണ്ട് എല്ലായ്പ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഞങ്ങളുടെ നല്ല തമ്പുരാനെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഒന്നു ചേർന്ന് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
അബാ പിതാവ് എന്ന് വിളിക്കാൻ ഉതകുന്ന വിധത്തിൽ തിരുപുത്രനിലൂടെ ഞങ്ങളെ സ്വർഗത്തോട് ചേർത്ത് പിടിച്ച സ്വർഗപിതാവെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അപ്പാ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. തിരുക്കുരിശിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സ്വർഗീയ വഴി കാണിച്ചു തന്ന ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളോടൊപ്പമായിരുന്നു കൊണ്ട് കൃപയുടെ വഴിയിലേക്ക് ആത്മാക്കളെ നയിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങൾ വസിക്കുന്ന, ഞങ്ങൾ ജീവനായി മാറുന്ന സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വലിയ സ്നേഹ ചൈതന്യത്താൽ ഈ ആരാധന മണിക്കൂറുകൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്കായി കടന്നു വരുന്ന ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാ നഷ്ടപ്പെട്ടതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം നേടി ചെയ്ത കർത്താവെ, അവിടുത്തെ വലിയ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ കർത്താവെ ഈ നിമിഷങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ തന്നെ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ തന്നെ കേൾക്കുവാൻ ഞങ്ങളുടെ ചെവികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ തന്നെ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ മനസ്സുകളെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവിന്റെ പരിശുദ്ധാത്മാവെ, ഈ മണിക്കൂറുകളിൽ ആരാധനയ്ക്കായി എല്ലാ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പസ്തോലന്മാർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾ ഇതാ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവെ, അവിടുത്തെ ശക്തി ചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാനായി ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ എല്ലാ ജനഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ഈ ദിനങ്ങളിൽ കർത്താവെ, നിന്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഹൃദയങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ തേജസ്സോടെ ഈ നോമ്പിൽ പങ്കുചേരുവാൻ, സ്വർഗത്തോട് അടുക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിലേക്ക് മനസ്സും ഹൃദയവും ആത്മാവും എല്ലാം നമുക്ക് ഉയർത്താം. പ്രിയപ്പെട്ട മക്കളെ, നോമ്പിന്റെ 50 ദിവസങ്ങളെ സമർപ്പിക്കാം. മനസ്സും ശരീരവും ആത്മാവും എല്ലാം വിശുദ്ധീകരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ അനന്ത കൃപയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ താണിറങ്ങി വരണമേ, എന്റെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കണമേ, എന്റെ ജീവിതങ്ങൾക്ക് വലിയ മാറ്റം വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, അങ്ങിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് നന്മയൊന്നുമില്ല കർത്താവേ. അങ്ങിൽ നിന്നല്ലാതെ ഞങ്ങൾക്ക് നന്മയൊന്നുമില്ല കർത്താവേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഒരുമിച്ച് കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചു ആത്മാവ് ദൈവത്തിന്റെ വലിയ ശക്തി, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ നിറയപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. നമുക്ക് ആഗ്രഹിക്കാം, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തോട് ഗബ്രിയേൽ മാലാഖ പറയുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ലോകത്തിൽ മുഴുവൻ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നീ ഒരു തകർന്ന വ്യക്തിയായിരിക്കാം, രോഗത്താൽ വലയുന്ന ഒരു വ്യക്തിയായിരിക്കാം, പാപത്താൽ മുറിവേറ്റ ഒരു മകനോ മകളോ ആയിരിക്കാം. യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളും, എല്ലാ തടസ്സങ്ങളും, ജീവിതത്തിന്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും അവിടുന്ന് എടുത്തു മാറ്റും. അതിനാൽ നമുക്ക് ആഗ്രഹിക്കാം, ഓ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, എൻ്റെ തകർന്ന ജീവിതത്തിലേക്ക്, എൻ്റെ പാപകരമായ അവസ്ഥയിലേക്ക്, എൻ്റെ ശക്തി നശിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക്
അങ്ങ് കടന്നു വരണമേ. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഗാനത്തിൻ്റെ ഈ വരികളോട് ചേർന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആഗ്രഹിച്ചുകൊണ്ട് പാടാം. ആത്മാവാം ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഭാരങ്ങളും, എല്ലാ വേദനകളും, എല്ലാ കണ്ണീരിൻ്റെതായ അവസ്ഥകളെല്ലാം പരിശുദ്ധാത്മാവിനോട് പറയാം. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ ഇടപെടും, നിന്റെ തകർന്ന ജീവിതത്തിൽ ഇടപെടും. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പാടാം. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാൽ എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോഴേ രക്ഷിക്കാൻ നിൻ കരം നീട്ടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ശക്തിയോടെ പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കുസ്താനുഭവം തരണേ, പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ.
കരകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ആത്മാവാം ദൈവമേ വരണേ. ആഗ്രഹിച്ചുകൊണ്ട് പാടാം നമുക്ക്. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാമോ? ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ചേർന്ന് പാടുന്നു. ആത്മാവം ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവനുള്ള ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എത്രമാത്രം പരിശുദ്ധാത്മാവിനോട് ആഗ്രഹിക്കുന്നോ അത്രമാത്രം പരിശുദ്ധാത്മാവിനെ നിന്റെ ജീവിതത്തിലേക്ക് ഈശോ നൽകും. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ എല്ലാ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ കണ്ണീരിൻ്റെ അവസ്ഥയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ പാപത്തിൻ്റെ മേഖലയിലേക്ക് ഇറങ്ങി വരണമേ, എൻ്റെ തകർച്ചയിലേക്ക് ഇറങ്ങി വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വാഗ്ദാനമേ, ഞങ്ങളെ വന്ന് നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കണമേ, പുതിയ നവചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ, പെന്തക്കോസ്ത് അനുഭവം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ദാഹിക്കുന്നു, അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ലഭിക്കുന്നില്ല കർത്താവേ. ഞങ്ങൾ പ്രകാശം തേടുന്നെന്നാൽ എങ്ങും അന്ധകാരമാണ്. ദീപ്തി അന്വേഷിക്കുന്നു എന്നാൽ ഞങ്ങളുടെ മാർഗങ്ങൾ നിഴൽ മൂടിയിരിക്കുന്നു. അന്ധരെ പോലെ ഞങ്ങൾ ചുമരി തപ്പി നടക്കുന്നു. കണ്ണില്ലാത്തവരെ പോലെ ഞങ്ങൾ തപ്പി തടയുന്നു. അരന്റെ വെളിച്ചത്തിലെന്ന പോലെ മധ്യാഹ്നത്തിൽ ഞങ്ങൾക്ക് കാലിടറുന്നു കർത്താവേ. എന്റെ നല്ല കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനായി ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നീ കാണുകയാണല്ലോ കർത്താവേ, എല്ലാം നീ അറിയുകയാണല്ലോ. ഈ നോമ്പുകാലത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ അവിടെ ഞങ്ങൾ വചനത്തിൽ വീണ്ടും പറയുകയാണ്, സങ്കീർത്തനം 112:2, അവന്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും, സത്യസന്ധരുടെ തലമുറ അവൻ അനുഗ്രഹീതമാകും, അവന്റെ ഭവന സമ്പൽ സമൃദ്ധമാകും, പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശം ഉദിക്കും, അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ്. ഓ കർത്താവേ, പ്രിയപ്പെട്ട മക്കളെ, ദൈവഭക്തനെ പോലെ ദൃഢചിത്തമായ ഹൃദയത്തോടെ അചഞ്ചലമായ ആത്മാവോടെ മനസ്സോടെ കർത്താവിൽ ആശ്രയിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവെ, അങ്ങയുടെ ദാസരിത അങ്ങയെ സ്തുതിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം. ശൂന്യവൽക്കരണത്തിലൂടെ കുരിശിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കൃപയൊഴുക്കിക്കൊണ്ടിരിക്കുന്ന കരുണാവാരിധിയായ കർത്താവെ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങ് ആരാധിക്കുകയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ എന്റെ ഈശോയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെല്ലാം അർപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. ഞങ്ങൾ ആഗ്രഹിക്കാത്തതാണ് കർത്താവെ നടന്നുകൊണ്ടിരിക്കുക. എന്റെ തമ്പുരാനെ,
അങ്ങയുടെ ഹിതത്തോട് ചേർന്നിരിക്കാൻ ഗെത്സമനിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തമുയർത്ത് പ്രാർത്ഥിച്ച നിന്നെ കണ്ട് കാൽവരിയിലേക്ക് ഈ നാളുകളിൽ യാത്ര ചെയ്യേണ്ടതിന് കൃപയൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, കുരിശിലെ ഈശോ, കുരിശിന്റെ സ്നേഹത്താൽ നമ്മളെ നിറയ്ക്കുവാൻ നമുക്ക് ഒത്തിരി ആഗ്രഹിക്കാം. കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും പ്രതി അങ്ങയുടെ നാമത്തിനാണല്ലോ കർത്താവേ മഹത്വം ഉണ്ടാകേണ്ടത്. നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു. എന്റെ കർത്താവേ, അവിടുന്ന് ഈ സമയം അങ്ങയോട് ചേർന്ന് മറ്റുള്ളവരെ വലിയവരായി കാണുവാനൊരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്. എന്റെ തമ്പുരാനെ, ശാന്തമായ മനസ്സോടെ, ശാന്തമായ ഹൃദയത്തോടെ, വിശുദ്ധിയോടെ, പരിശുദ്ധിയോടെ കർത്താവേ നിന്റെ മുൻപിൽ വ്യാപരിക്കുവാൻ, ഈ ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്റെ മുൻപിൽ വ്യാപരിക്കാൻ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ കുരിശിനോട് ജീവിതം ചേർത്ത് വയ്ക്കാം. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട അവന്റെ ശരീരത്തോട് നമ്മുടെ മനസ്സിനെ ചേർത്ത് വയ്ക്കാം. നമ്മുടെ ആത്മാക്കളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ കുരിശിന്റെ സ്നേഹം ഇപ്പോൾ ഈ മക്കളിലേക്ക് നിറയട്ടെ, ഈ വ്യക്തികളിലേക്ക് നിറയട്ടെ, ഈ ജീവിതങ്ങളിലേക്ക് നിറയട്ടെ. ഈ നോമ്പുകാലം കുരിശിന്റെ സംരക്ഷണത്തിൽ വ്യാപരിക്കാൻ കൃപ കൊടുക്കണേ അപ്പ. തങ്ങളെ തന്നെ മറക്കാൻ സ്വയം ബലിയാത്തീരാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് ക്രൂശിതനാഥനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കണ്ടാലോ ആൾ അറിയുകയില്ല. കർത്താവിന്റെ തകർക്കപ്പെട്ട ശരീരത്തിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. ഓ കർത്താവേ, സ്നേഹത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നാം കാണും നമ്മുടെ കർത്താവ്, കുരിശിലെ നമ്മുടെ തമ്പുരാൻ. അവന്റെ തിരുമുഖത്തേക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഉറ്റുനോക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകൾ ഏറ്റെടുക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ ദുഃഖങ്ങൾ ചുമക്കുന്ന നമ്മുടെ കർത്താവ്. ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. യെശയ്യാ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. കർത്താവിന് തകർക്കപ്പെടുന്ന ശരീരം, മുറിവേൽപ്പിക്കപ്പെടുന്ന ശരീരം, നിന്ദിക്കപ്പെടുന്ന അവന്റെ അവസ്ഥകളെല്ലാം കാണുകയാണ്. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, കർത്താവിന്റെ കരുണയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. എന്റെ കർത്താവെ, തകർക്കപ്പെടുന്ന അങ്ങയുടെ ശരീരത്തിലേക്കും അങ്ങയുടെ രക്തമുയർത്ത തിരുമുഖത്തേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ഇത് അർപ്പിക്കുന്നു. ഈശോയെ, വലിയ കരുണ കാണിക്കണേ അപ്പ. നിന്റെ മക്കളുടെ എല്ലാ വേദനകളിലേക്കും കർത്താവെ, ക്രൂശിക്കപ്പെട്ട നാഥ, കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നീ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പീഡകൾ എത്രയാണ് ഓർക്കു മക്കളെ. നമ്മുടെ സങ്കടങ്ങൾ അവന്റെ കുരിശിൻ ചുവട്ടിലേക്ക് എടുത്തു വെക്കും. കടന്നു പോകാം ഈ വചനങ്ങളിലൂടെ. ഈശോയുടെ കൂടെ അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്ന മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനം പറ്റി ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടില്ല. ഈശോയെ, അവൻ നിശബ്ദനായിരുന്നു. ദൈവഹിതത്തിന് മുമ്പിൽ കീഴടങ്ങി നിശബ്ദനായിരുന്ന കർത്താവെ, ജീവിതത്തിലേക്ക് ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾക്ക് മുമ്പിൽ നിശബ്ദരായിരിക്കുവാൻ, പരാതിപ്പെടാതിരിക്കാൻ കൃപ തരണയപ്പ. കർത്താവിന്റെ ഹിതമായിരുന്നു, അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സഹനങ്ങളെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഇതിലൂടെ കൃപ കിട്ടുവാൻ, തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് ഞാനും നിങ്ങൾ സംതൃപ്തരാകാൻ അവൻ തന്റെ കരങ്ങൾ ആണിയറയ്ക്കപ്പെടാൻ വിട്ടുകൊടുത്തു. അവൻ തന്റെ കാലുകൾ ആണിതറയ്ക്കപ്പെടാൻ വിട്ടുകൊടുത്തു. തന്റെ ഹൃദയം കുന്തത്താൽ തുറക്കപ്പെടാൻ അവൻ തിരുമനസ്സായി. ശിരസിലേക്ക് മുൾമുടികൾ ചേർത്ത് വയ്ക്കാൻ ഈശോ തിരുമനസ്സായി. പ്രിയപ്പെട്ട മക്കളെ, ഈശോയ്ക്ക് സ്വന്തമായി ഒന്നുമില്ല. എല്ലാം നമുക്ക് വേണ്ടി നൽകിയ ആ കർത്താവിനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി.
അവിടെ നമ്മോട് പറയുകയാണ്, കുരിശിൽ കടന്നുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ എന്ന് കർത്താവ് വിളിക്കുകയോ, ഞാൻ നിന്നോട് ഒരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ശപഥം ചെയ്തിരിക്കുന്നു. ആ കുരിശിൽ കടന്നുകൊണ്ട് ഈശോ പറയുകയാണ്, നിന്നോട് കരുണയുള്ള നിന്റെ കർത്താവ് അരുളി ചെയ്യുന്നു. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഓ കർത്താവേ, അവിടുത്തെ അചഞ്ചലമായ സ്നേഹം ഇപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് തരണമേ എന്ന സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. അവിടുത്തെ കരുണയിലേക്ക് എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി വിളിച്ച മക്കൾ യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഈശോ ആരാധന, 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 ആരാധന. മഹത്വം, മഹത്വം, മഹത്വം കർത്താവെ എല്ലാം സമർപ്പിക്കുകയാണ് കർത്താവെ. ഈ കൂട്ടായ്മ ഈ ആരാധന പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ വേദനകളിലേക്ക്, സങ്കടങ്ങളിലേക്ക്, പാപത്തിന്റെ തലങ്ങളിലേക്ക് കുരിശിന്റെ കരുണ നിറയട്ടെ അപ്പ. ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യത്തിലേക്ക് മക്കളെല്ലാം നിറയട്ടെ. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നിറയട്ടെ. ഈശോ പഠിപ്പിച്ച പാഠങ്ങൾ വ്യക്തമായി കേൾക്കുവാൻ, വ്യക്തമായി കാണുവാൻ, വ്യക്തമായി അറിയുവാൻ ഓ കർത്താവെ വലിയ കൃപ നിറയ്ക്കണമേ, വലിയ കൃപ നിറയ്ക്കണമേ കർത്താവെ. നിന്റെ കുരിശിന്റെ യാത്രയെ ധ്യാനിക്കാൻ കൃപ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. കൈകളടിച്ച കർത്താവിനെ